നമ്മൾ ചിന്തിക്കുന്നുണ്ടോ ഇല്ലെന്ന് അറിയത്തില്ല. എങ്കിലും നമ്മൾ ഇവിടുത്തെ സാഹചര്യത്തിൽ അത് മനസ്സിലാക്കുന്നുണ്ട്. ഇവിടെ ദിവസങ്ങളായി അല്ലെങ്കിൽ ആണ്ടിൻ്റെ എല്ലാ ദിവസങ്ങളിലും പരിശുദ്ധ ഗീവർഗീസ് സഹദായോടുള്ള ആ മധ്യസ്ഥതയിൽ നമ്മുടെ പ്രാർത്ഥനകളുടെ ശബ്ദം ഈ അന്തരീക്ഷത്തിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുന്നു. അപ്പം ഈ ലോകം മുഴുവന് ഉള്ള വിശ്വാസികളുടെ അധരങ്ങളിൽ നിന്ന് ആ വലിയ പ്രാർത്ഥനയുടെ ശബ്ദം ഉയരുമ്പോൾ ഒരു വലിയ കർമ്മം നടക്കുന്നുണ്ടെന്നുള്ളത് മനസ്സിലാക്കണം. ഈ അന്തരീക്ഷം വളരെ മലിനമാണ്, അതാരും സംശയിക്കേണ്ട കാര്യമില്ല. വളരെ വായു മലിനമാണ്, മണ്ണ് മലിനമാണ്, വെള്ളം മലിനമാണ്, എല്ലാം മലിനമാണ്. പണ്ടങ്ങനല്ലായിരുന്നു. പക്ഷേ ഈ അന്തരീക്ഷത്തിൻ്റെ മലിനതയെ, ഈ വായുവിൻ്റെ മലിനതയെ, വെള്ളത്തിൻ്റെ മലിനതയെ, മണ്ണിൻ്റെ മലിനതയെ ശുദ്ധീകരിക്കുവാൻ തക്കവണ്ണം പരിശുദ്ധന്മാരുടെ സാന്നിധ്യം, അവരുടെ പ്രാർത്ഥനയുടെ സൗരഭ്യം, നമ്മുടെ പ്രാർത്ഥനയുടെ സൗരഭ്യം, പ്രാർത്ഥനയ്ക്ക് സൗരഭ്യം ഉണ്ടോ എന്നിപ്പോൾ ചിന്തിക്കണം. നമ്മുടെ പ്രാർത്ഥനയ്ക്കെല്ലാം ഒരു സൗരഭ്യമുണ്ട്. അത് പിതാക്കന്മാരെഴുതിയ എല്ലാ അക്ഷരങ്ങളിലും എല്ലാ വാക്കുകളിലും അതിന് സൗരഭ്യമുണ്ട്. അത് സ്വാർത്ഥതയ്ക്ക് വേണ്ടിയൊക്കെ ചെയ്യുമ്പോഴാണ് അതിന് സൗരഭ്യം ഇല്ലാതെ പോകുന്നത്. പക്ഷേ ആ വാചകങ്ങൾക്കെല്ലാം സൗരഭ്യമുണ്ട്. അത് വിശുദ്ധ കുർബാനയിൽ ഏറ്റവും കൂടുതൽ. സാധാരണ പ്രാർത്ഥനകൾ അല്പം വ്യത്യാസമുണ്ട്. അപ്പം നമ്മുടെ ആരാധനയിലും പ്രാർത്ഥനയിലും എല്ലാം ഒരു സൗരഭ്യം നിറയുന്നുണ്ട്. അതിൻ്റെ ഒരു പ്രതീകമാണ് നമ്മൾ ധൂപം അർപ്പിക്കുന്നുണ്ട്. ഈ പള്ളി ആരംഭിച്ച മുതൽ, പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ മുതൽ ഈ ഭൂമിയിൽ കിട്ടാവുന്നതിലേക്കും വലിയ സൗരഭ്യ വസ്തുക്കൾ ഉപയോഗിച്ചാണ്, കുന്തിരിക്കം അതുപോലെ സുഗന്ധദ്രവ്യങ്ങൾ ഉപയോഗിച്ച് ഈ പ്രാർത്ഥനയിൽ നമ്മളിങ്ങനെ സംബന്ധിക്കുന്നു. അപ്പോൾ അതൊരു സിമ്പലാണ്, അല്ലെങ്കിൽ ഒരു പ്രതീകമാണ്. അങ്ങനെ ആരാധന ഒത്തിരി പ്രതീകങ്ങളുണ്ട്. ഇതൊന്ന് മാത്രം ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ധൂപക്കുറ്റിയിൽ കുന്തിരിക്ക വിട്ട് അതിങ്ങനെ ഓരോരോ പ്രധാന സന്ദർഭങ്ങളിൽ അതിൻ്റെ പുക കൊണ്ട് ഇവിടെ നിറയുന്നു, അത് അന്തരീക്ഷത്തിലേക്ക് പോകുന്നു. അതൊരു വലിയ സൗരഭ്യം ഈ അന്തരീക്ഷത്തിലുണ്ടാകുന്നു. കർത്താവിൻ്റെ സാന്നിധ്യം കൊണ്ടുണ്ടാകുന്ന പരിമളം എത്രയേറെയാണ്. അത് ഇവിടെ രഹസ്യ പ്രാർത്ഥനയിൽ വളരെ പ്രത്യേകമായിട്ട് പറഞ്ഞു. ഞങ്ങളൊക്കെ ഒരുക്കൽ ശുശ്രൂഷയിൽ അത് ചൊല്ലാറുണ്ട്. അതിപ്രകാരമാണ്: ലോക സൃഷ്ടാവും സൃഷ്ടികളെ ക്രമീകരിക്കുന്നതിനുമായുള്ളവേ, അവിടുത്തെ സൗരഭ്യം കൊണ്ട് ഇത് നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. അതിപ്രകാരമാണ്. മുഴുവൻ വാചകം ഞാൻ ഓർക്കുന്നില്ലെങ്കിലും പറയാം. ലോക സൃഷ്ടാവും സൃഷ്ടികളെ ക്രമീകരിക്കുന്നതിനുമായുള്ളവേ, മറിയാമെന്ന വരണ്ട ഭൂമിയിൽ നിന്ന് മുളച്ചു വളർന്ന് ഈ ഭൂമിയിലെ ദുർഗന്ധത്തെ അകറ്റുന്ന സൗരഭ്യമായുള്ളവേ, നിന്നെ ഞങ്ങൾ സ്തുതിച്ച് സ്തോത്രം ചെയ്ത് വന്ദിക്കുന്നു. കർത്താവിൻ്റെ സൗരഭ്യം അത്രയേറെയാണല്ലോ. നമുക്കത്രയില്ല. കാരണം നമ്മൾ നന്മയും തിന്മയും ചെയ്യുന്നവരാണ്. കർത്താവ് നന്മ മാത്രമേ ചെയ്യത്തുള്ളൂ. അപ്പോൾ അതിന് സൗരഭ്യം കൂടുതലുണ്ട്. പരിശുദ്ധന്മാർക്കും സൗരഭ്യം കൂടുതലുണ്ട്. നമുക്കത്രയുമില്ല. അത്രയും ആകാൻ നമ്മളെക്കൊണ്ട് കഴിയും, പക്ഷേ ആകാൻ പറ്റുന്നില്ല. ഈ പരിശുദ്ധന്മാരെക്കുറിച്ച് ഒരു വാചകം കൂടി അതിനോട് ചേർത്ത് പറയട്ടെ. എങ്ങനെയാണ് പരിശുദ്ധന്മാരുണ്ടാകുന്നത്? ഗീവർഗീസ് ആണെങ്കിൽ ഒരു ചെറുപ്പക്കാരന്, പട്ടാളക്കാരൻ, ചെറുപ്പക്കാരന് 18-19 വയസ്സ്, കർത്താവിനെ സാക്ഷിക്കുവാനായിട്ട് ഒരുങ്ങി ഇറങ്ങിയതാണ്. തോക്കൊക്കെ കയ്യിലുണ്ട്, പട്ടാള കുപ്പായമുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ കർത്താവിനെ സാക്ഷിക്കുക എന്നുള്ളതാണ് വലിയ ദൗത്യം. ഏത് പ്രതിസന്ധി വന്നാലും കർത്താവിനെ സാക്ഷിക്കുക. അതിനെ പിൻപറ്റിയാണ് നമ്മൾ ഇങ്ങനെ നിൽക്കുന്നത്, കർത്താവിനെ സാക്ഷിക്കാനായിട്ട്.
ഏത് പരിധി വരെ കഴിയുന്നു എന്നുള്ളത് ചിന്തിക്കണം. അപ്പോൾ കർത്താവിനെ സാക്ഷിക്കുന്ന ഈ വലിയ സഹതാമാർക്ക് അല്ലെങ്കിൽ പട്ടാളക്കാർക്കെല്ലാം ഉള്ളൊരു സ്വഭാവം ഞാൻ മുമ്പ് ഓർമ്മിപ്പിച്ചതാണെന്ന് തോന്നുന്നു. അവർക്ക് മുന്നോട്ട് പോകാനേ അനുവാദമുള്ളൂ, തോറ്റോടുവാൻ അനുവാദമില്ല. അപ്പോൾ മുന്നോട്ട് പോകുമ്പോൾ ചില പുഴകളും അരുവികളും ഒക്കെ കാണും, അവിടെ കടക്കാൻ പ്രയാസമാണ്. അപ്പം അവിടെ ചെറിയ താൽക്കാലിക പാലമൊക്കെ ഉണ്ടാക്കും. അത് അവിടെ കിട്ടുന്ന കാട്ടുകമ്പോ വല്ലതും ഉപയോഗിച്ചായിരിക്കും അത് പാലം ഉണ്ടാക്കി അപ്പുറം കിടക്കും. ഉടനെ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ആ പാലം കത്തിച്ച് കളയും. എന്തിനാ? പുറകോട്ട് പോകാൻ കഴിയരുത്, ഒരു കാരണവശാലും പുറകോട്ട് പോകാൻ ചിന്തിക്കരുത്, മുൻപോട്ട് തന്നെ പോകണം. അങ്ങനെയാണ് ഇംഗ്ലീഷ് ഭാഷയിലൊരു ശൈലി ഉണ്ടായിട്ടുണ്ട്, ടു ബേൺ ദ ബ്രിഡ്ജ് ബിഹൈൻഡ്. പുറകിലത്തെ പാലം കത്തിച്ച് കളയുക ക്രിസ്ത്യ ജീവിതത്തിന് ഏറ്റവും ആവശ്യമുള്ളതാണ്. ഒത്തിരി പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ടാകും, രോഗങ്ങളും ദുഃഖങ്ങളും ഒക്കെ ഉണ്ടാകും. പക്ഷേ അതിനെയെല്ലാം അതിജീവിച്ച് ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തിൻ്റെ കൈപിടിച്ച് പരിശുദ്ധന്മാരുടെ കൈപിടിച്ച് മുന്നോട്ട് പോവുക. അത് പട്ടാളക്കാരൻ നമുക്ക് ഗീർഗീസാദ തരുന്നുണ്ട്. ആ സാന്നിധ്യത്തിൻ്റെ ഒരു സുരക്ഷിതത്വം കൂടി നമുക്കുണ്ട്. ഞാൻ നേരത്തെ ഓർമ്മിപ്പിച്ചതാണ്. സഹതായുടെ സാന്നിധ്യത്തിൻ്റെ സുരക്ഷിതത്വം, ദൈവസാന്നിധ്യത്തിൻ്റെ സുരക്ഷ ഏറ്റവും ആദ്യമുണ്ട്. പിന്നെ ഓരോ പരിശുദ്ധന്മാർ, ദൈവമാതാവ് മുതൽ സ്ലീഹന്മാർ മുതൽ സഹോദരന്മാർ മുതൽ വന്ന് അനേകായിരം പരിശുദ്ധന്മാരുടെ വലയും നമുക്ക് ചുറ്റുമുണ്ട്. ഒടുവിലെ പരിശുദ്ധ പരിമല തിരുമേനി, ഒട്ടശ്ശേരി തിരുമേനി എല്ലാവരും ചേർന്നൊരു വലയുണ്ട്. അത് ഏറ്റവും പുറകിലാണ്. ഏറ്റവും അടുത്താരാ? ദൈവമാതാവാണ്. അതിനപ്പുറത്താരും ഇല്ല. അതിന് യോഗ്യതയുള്ളവരോ ആ യോഗ്യത വേറെ ആർക്കുമില്ല. അതിനൊരു കാരണം കൂടെ പറയുന്നുണ്ട്. ഷീ ഈസ് ദ ഫസ്റ്റ് ഓഫ് ദ റെഡീംഡ്. രക്ഷിക്കപ്പെട്ടവരിൽ ഒന്നാമത്തോളാണ്. അതുകൊണ്ട് ദൈവമാതാവാണ് നമ്മുടെ അടുത്ത് നിന്ന് ഏറ്റവും അടുത്ത് നിന്ന് മധ്യസ്ഥയ്ക്ക് യോഗ്യതയുള്ളത്. അതിനടുത്താണ് സ്ത്രീഹന്മാരും സഹോദരന്മാരും. ഗീർഗീസാദ 3-ാം നൂറ്റാണ്ടിൽ ജീവിച്ച ഒരാളാണ്. കർത്താവിനെ കണ്ടിട്ടില്ല, സ്ത്രീഹന്മാർ കണ്ടിട്ടുണ്ട്, നമ്മളും കണ്ടിട്ടില്ല. പക്ഷെ കണ്ടിട്ടില്ലാത്ത കർത്താവിൻ്റെ സാന്നിധ്യത്തിൻ്റെ ഒരു സാന്നിധ്യത്തിൻ്റെ സൗരഭ്യവും സുരക്ഷിതത്വവും നമുക്കുണ്ടെന്നുള്ളത് വിശ്വസിക്കണം. അതുപോലെ പരിശുദ്ധന്മാരുടെ സാന്നിധ്യത്തിൻ്റെ സുരക്ഷ, ഒരു പട്ടാളക്കാരൻ്റെ സുരക്ഷിത നമുക്കുണ്ട്. അതുകൊണ്ട് അങ്ങനെ ജീവിതത്തിൽ മുന്നേറുവാൻ തക്കവണ്ണം സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വായിച്ച വേദഭാഗം ഒന്നുകൂടെ വായിക്കുകയാണ്. എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത്, ഇതുപോലെയുള്ള പെരുന്നാളുകളിലും മറ്റ് സമയങ്ങളിലും വായിക്കുന്ന വേദഭാഗം മദ്ബഹായിലുള്ള ശുശ്രൂഷകർ പ്രത്യേകം വീണ്ടും വീണ്ടും വായിക്കണം. നേരത്തെ വായിക്കണം, പിന്നെ ഇത് കേട്ട് കഴിഞ്ഞിട്ട് വീണ്ടും വായിക്കണം. എത്ര വായിച്ചാലും നമുക്ക് അതിൻ്റെ പൂർണ്ണ അർത്ഥമൊന്നും കിട്ടത്തില്ല. അതിനുള്ള ഗ്രഹണശക്തിയൊന്നും നമുക്ക് പോരാ. അതിപ്രകാരമാണ്. വിശുദ്ധ മർക്കോസിന് സുവിശേഷം 8-ാം അധ്യായം 34 മുതൽ 38 വരെയുള്ള വാക്യങ്ങൾ. യേശു ജനസമൂഹത്തെയും തൻ്റെ ശിഷ്യന്മാരെയും വിളിച്ചിട്ട് അവരോട് പറഞ്ഞു, എന്നെ അനുഗമിക്കുവാൻ മനസ്സുള്ളവൻ തന്നെ തന്നെ ത്യജിച്ച് തൻ്റെ കുരിശുമെടുത്ത് എൻ്റെ പിന്നാലെ വരട്ടെ. അത് കുറേ നാൾ വായിക്കുന്നില്ലയോ? ഞാനിപ്പോൾ 62 വർഷമായി അച്ഛനായിട്ട്, അന്ന് മുതൽ വായിക്കുന്നു. അതിന് മുമ്പും വായിച്ചിട്ടുണ്ട്. പക്ഷെ പൂർണ്ണാർത്ഥം കിട്ടിയോന്ന് എനിക്കറിയാൻ വയ്യ. തന്നെ തന്നെ തിരിച്ച് തൻ്റെ കുരിശെടുത്തിൻ്റെ പിന്നാലെ വരട്ടെ. എന്തെന്നാൽ തൻ്റെ ജീവൻ രക്ഷിപ്പാൻ ആഗ്രഹിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തുന്നു. അതും മനസ്സിലാകുന്നില്ല. തൻ്റെ ജീവൻ രക്ഷിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ അത് നഷ്ടപ്പെടുന്നു. നമ്മളെല്ലാം ജീവൻ രക്ഷിക്കുവാൻ ആഗ്രഹിക്കുന്നവരാണ്. നല്ല സുരക്ഷിതമായ വീട് വേണം. കാളന്മാരുടെ വിരലിൽ എവിടെയും നല്ല ഭംഗിയായിട്ട് സുരക്ഷിതമായിട്ടിരിക്കണം. യാത്രയിലായാലും നടപ്പിലായാലും എടുപ്പിലായാലും എല്ലാം സുരക്ഷിതമായിട്ടിരിക്കണം. ശരിയാ. പക്ഷെ ഇവിടെ പറയുന്നത് എന്താ? തൻ്റെ ജീവൻ രക്ഷിപ്പാൻ ആഗ്രഹിക്കുന്നത് നഷ്ടപ്പെടുത്തുന്നു. അതിൻ്റെ അടുത്ത് പറയുന്നത്, എനിക്ക് വേണ്ടി എൻ്റെ സുവിശേഷത്തിന് വേണ്ടിയും തൻ്റെ ജീവൻ നശിപ്പിക്കുന്നവൻ അത് രക്ഷിക്കുന്നു. അതും വലിയ പ്രയാസം മനസ്സിലാക്കാൻ.
പക്ഷേ അനേകരുണ്ടതുപോലെ. താവിൻ്റെ കാലം മുതൽ സഹോദരന്മാർ പോലെ ഈഹിദായക്കാർ, ദയറായക്കാർ, ഉനുവയന്മാർ, എസ്തൂനയന്മാർ, അങ്ങനെ അനേക ആയിരങ്ങളുണ്ട്. അതിലൊരു മുൻപിലാണ് ഗീവർഗീസ്. തൻ്റെ ജീവൻ എൻ്റെ സുവിശേഷത്തിന് വേണ്ടിയും എനിക്ക് വേണ്ടിയും എൻ്റെ സുവിശേഷത്തിന് വേണ്ടിയും തൻ്റെ ജീവൻ നശിപ്പിക്കുന്നവൻ അത് രക്ഷിക്കുന്നു. തൻ്റെ ജീവൻ നശിപ്പിച്ചവനാണ് സഹോദാ. ഒരു മനുഷ്യനും ലോകം മുഴുവൻ നേടിയിട്ട് തൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തുമെങ്കിൽ അവൻ എന്തു പ്രയോജനം? അല്ലെങ്കിൽ മനുഷ്യൻ തൻ്റെ ആത്മാവിന് പകരം ആയി എന്താണ് കൊടുക്കുക? എന്തെന്നാൽ പാപവും വ്യഭിചാരമുള്ള ഈ വംശത്തിൽ ഒരുവൻ എന്നെക്കുറിച്ച് എൻ്റെ വചനങ്ങളെക്കുറിച്ച് ലജ്ജിച്ചാൽ മനുഷ്യപുത്രൻ തൻ്റെ പരിശുദ്ധ മാലാഖമാരോടുകൂടി പിതാവിൻ്റെ മഹത്വത്തിൽ വരുമ്പോൾ അവനെക്കുറിച്ചും ലജ്ജിക്കും. അങ്ങനെ നമ്മളെക്കുറിച്ച് ലജ്ജിക്കാതിരിക്കുവാൻ തക്കവണ്ണം സഹദായുടെ കൈപിടിച്ച് ദൈവസന്നിധിയിലേക്ക് യാത്ര ചെയ്യുവാൻ നമുക്കൊന്ന് സാധിക്കട്ടെ. അങ്ങനെയുള്ള അനേക പരിശുദ്ധന്മാരുണ്ട്. പരിശുദ്ധന്മാരുണ്ടാകുന്ന എങ്ങനെയാണ്? ഞാൻ ഒരു വാക്കുകൂടെ വീണ്ടും പറയുകയാണ്. ജീസസ് ക്രൈസ്റ്റ് ലിവ്സ് ഇൻ ദം എഗെയിൻ ആൻഡ് എഗെയിൻ. കർത്താവിൻ്റെ നന്മകൾ മുഴുവൻ, കർത്താവിൻ്റെ സ്നേഹം മുഴുവൻ, കർത്താവിൻ്റെ ക്ഷമ മുഴുവൻ ആ പരിശുദ്ധന്മാരിൽ വീണ്ടും 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 ജീവിക്കുന്നു എന്നുള്ളതാണ്. കർത്താവിൻ്റെ നന്മയെല്ലാം അങ്ങനെ വീണ്ടും വീണ്ടും വരുമ്പോൾ അവർ പടിപടിയായി ഉയർന്ന് പരിശുദ്ധന്മാരാകുന്നു. അല്ലാത്തടത്ത് അതാകുന്നില്ല, നമ്മളിൽ അതാകുന്നില്ല. പക്ഷേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളില്ലെന്ന് പറയാനൊക്കത്തില്ല. ഉണ്ടെല്ലാം തന്നിട്ടുണ്ട്. അതിനെ വളർത്തിയെടുത്ത് നന്മ കൊണ്ട് നിറയുവാൻ, നന്മ ചെയ്ത് ഈ ലോകത്തിന് സന്ദേശം നൽകുവാൻ തക്കവണ്ണം ഈ പെരുന്നാളിൻ്റെ ശുശ്രൂഷകളെല്ലാം ഉതകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരുപാട് പരിപാടികളുണ്ട്, എണ്ണിയാൽ തീരാത്തവണ്ണുള്ള കാര്യങ്ങൾ. പക്ഷേ ഈ ലക്ഷ്യമുണ്ടായിരിക്കണം. ദൈവ സാന്നിധ്യബോധത്തോടുകൂടി, സഹദായുടെ സാന്നിധ്യബോധത്തോടുകൂടി ആ സുരക്ഷിതത്വം സ്വീകരിച്ച് ക്രിസ്തീയ ജീവിതം പൂർണ്ണമാക്കുവാൻ തക്കവണ്ണം ദൈവം വരാൻ സഹായിക്കട്ടെ. എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്ക് നിർത്തുന്നു. ഇന്നിവിടെ വിശുദ്ധ കുർബാന അർപ്പിക്കുവാൻ ദൈവം അനുഗ്രഹിച്ചതിന് നന്ദി അർപ്പിക്കുന്നു. ബഹുമാനപ്പെട്ട അച്ഛന്മാരുടെ സാന്നിധ്യവും സഹായവും വളരെയേറെ പ്രയോജനം ചെയ്യുന്നു. പൂർണ്ണസമയം നിൽക്കാനൊക്കെയുള്ള പ്രയാസമുണ്ട്. അതുകൊണ്ടാണ് അച്ഛന്മാരെ കൂടെ നിർത്തിയിരിക്കുന്നത്. അവരോടുള്ള നന്ദി പ്രത്യേകം അറിയിക്കുന്നു.